അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ കീഴ്ശേരിക്കാരൻ പമ്പേസ് മൗലവിയുടെ സംസാരം കേട്ടാൽ എന്തോ ഒരു ലഹരി, അതായത് കഞ്ചാവോ ഇനി MDMO വേറെന്തെങ്കിലും അവൻ കഴിച്ചിട്ടാണ് വേദിയിൽ കയറുന്നത് എന്ന് നമുക്കിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചക്ക് ബോധ്യപ്പെടും. കാരണം അവൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതൊക്കെ ആ നിലക്കുള്ളതാണ്. ആദ്യം തന്നെ ഇൽമിനെയും ദറസിനെയും പരിഹസിക്കുന്നത് കേട്ടോക്കി. മക്ബറ ഉണ്ടാക്കാൻ പേർക്ക് ധൃതിയ. എന്തൊക്കെ സംഭവം മാറിയരങ്ങള് കേവലം 2 കിതാബ് ഓതി പഠിച്ച് 4 കൊല്ലം ദർസെടുത്തി അങ്ങനെയുള്ള ആൾക്കാർ ഓൾക്കൊക്കെ ഇവിടെ ദീർഘ ഉണ്ടാക്കണ്ടേ? ഓൾക്കൊക്കെ നീ മക്കാമ് കെട്ടിപ്പൊന്തിച്ചു തുടങ്ങിയ. അപ്പൊ 2 കിതാബും 4 കൊല്ലത്തെ ദർസും ആരൊക്കെയാണ് നടത്തിയത് എന്ന് അവൻ പിന്നീട് പറയുന്നുണ്ട്. അത് ഞാൻ ഇട്ടുതരാം. മഹാന്മാരാകുന്ന ഉസ്താദുമാർ അവരെ സിയാർത്ത് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് അവിടെ നിന്നും ഖബർ കെട്ടിപ്പൊക്കുന്ന ഒരവസ്ഥ പല ഉസ്താദുമാരുടെയും മഖ്ബറകളുണ്ട്, പൊതുസ്ഥലത്തല്ല, അവനാൻ്റെ സ്ഥലങ്ങളിൽ. അതിനെയാണ് പരിഹസിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ 2 കിതാബും 4 കൊല്ലം ദർസ് നടത്തിയത്? അതുകൂടി നമ്മൾ കേട്ടോക്കാം. എന്ന് മാത്രമല്ല, പലർക്കും ഉണ്ടാക്കിയാൽ ഇപ്പൊ നെല്ലിക്കുത്തിന്റെ ദീർഘൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. നെല്ലിക്കുത്ത് ഉസ്മായിൽ മുസ്ലിയാർ വലിയ ദീർഘയാണ് കണ്ടോ. സ്വഹാബത്തൊക്കെ പറഞ്ഞില്ലേ, ഉസ്മാനുബിൻ മദൂമിന്റെ ഖബർ ചാടുന്ന ആളാണ് നമ്മളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരൻ. ആ രൂപത്തിൽ ഇതെന്തുണ്ടങ്ങൾ ഉണ്ടാക്കണത്? ഈ നെല്ലിക്കുത്ത് ഉസ്മായിൽ മുസ്ലിയാരെ അതേ കൂടെ പഠിച്ച ബഹുമാനപ്പെട്ട അവരെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അഭിവന്യരായ എന്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാര്. അവിടെ അങ്ങനെ ദീർഘണ്ടാക്കിയില്ലല്ലോ. എന്താണ് പമ്പേസ്? ഉമ്മർ മൗലവിക്ക് ഉണ്ടാക്കിയെങ്കിലേ ഇസ്മായിൽ മൗലവിക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ഒന്നും ഇല്ലല്ലോ. വല്ലാത്ത ജാതി. ആ കൂട്ടത്തിൽപ്പെട്ട ആളിനെയോ സമസ്തയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാണി മുസ്ലിയാര്. ഓൾക്കൊക്കെ എന്താ നെല്ലിക്കുത്തുമായിട്ട് ഇൽമിന് മാറ്റണ്ടോ? ഒന്നും പറയല്ല. അതല്ലെങ്കിൽ മേലെ പറയാണ്ടാവും കാപ്പുസ്താദിനൊക്കെ. ഞാൻ ഇന്ന ദിവസം മരണപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഞങ്ങളോടൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്. കറക്റ്റ് അങ്ങനെയാണ് മൗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഉണ്ടായില്ലോ. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ദീർഘ കണ്ടോളി നിങ്ങള്. അതിനെന്താ വിദ്യാഭ്യാസ ബോർഡിന്റെ മെയിൻ ആളാണ് കണ്ടോ. ഈ മാന്മാരാകുന്ന നെല്ലിക്കുത്ത് ഉസ്താദ് അതുപോലെ MA ഉസ്താദൊക്കെ ഇവൻ പോകുന്നതിൻ്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയവരാണ്. അപ്പോൾ നമ്മളെ ഉസ്താദുമാർ അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി, വഫാത്തായവരാണെങ്കിലും ശരി, ഒറ്റൊന്നിനും വിടൂല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെയും അതുപോലെ MA ഉസ്താദിൻ്റെയൊക്കെ മക്ബറയിലേക്ക് ചൂണ്ടി കുരക്കണവൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ചിത്താരി ഹംസ മുസ്ലിയാര്, അതുപോലെ തന്നെ സിറി അലിക്കുഞ്ഞ് മുസ്ലിയാര്, ഇവർക്കൊക്കെ ദീർഘണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടോ, സിറി അലിക്കുഞ്ഞ് മുസ്ലിയാരതാണ്. എന്തിനേറെ പറഞ്ഞ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർക്കരെ ദീർഘണ്ടാക്കി. കാണിച്ചു കൊടുക്ക്. കണ്ടോ, അതാ നോക്കുങ്ങളി. ഇവർ കടത്തിക്കൂട്ടി. ഇതിവിടെ ഒരു പാരമ്പര്യം ഇല്ലാത്ത സംഭവമാണിത്. പമ്പേസ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളായ ആളുകൾക്ക് ഖബറുണ്ടാക്കുക എന്നുള്ള പാരമ്പര്യമില്ല. പിന്നെ പടിഞ്ഞാട്ടിക്ക് കാറ് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് വീഴാത്ത വീരാണ്ടി അടക്കമുള്ള ആൾക്കാർക്ക് ഖബറുണ്ടാക്കാൻ പാടുള്ളൂ. ഏത് ഒരു റക്കാത്ത് പോലും നിസ്കരിച്ചില്ലാതെ കോമാണ്ടിക്കും വീരാണ്ടിക്കും ഖബറുണ്ടാക്കി വെള്ളിയാഴ്ച ജുമാ പോലും ബാത്തിലാക്കി ആ ജുമായുടെ സ്ഥലത്ത് അവിടെ ചെന്ന് ചാടിക്കളിച്ച് ഡാൻസ് നടത്തുന്ന ആൾക്കാരാണ് മഹൽമാരാകുന്ന ഉസ്താദുമാരെ ഖബറുകളൊക്കെയും പുതിയ ആചാരമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, പമ്പേസിനെ പോലുള്ള. എന്നിട്ട് ഇവൻ പർവ്വത സമാനമായ പണ്ഡിതന്മാരുടെ ഖബർ നോക്കി കുരച്ചു എന്ന് മാത്രമല്ല, അവൻ പരിഹസിക്കാനും മറന്നിട്ടില്ല. 1-2 പരിഹാസങ്ങൾ കൂടി കേട്ടോക്കി. എന്നിട്ട് എല്ലാ ആളുകൾക്കും ഇനിയിപ്പന്താ അടുത്ത കാലത്ത് വല്ലാത്തൊരു മുസീബത്തല്ലേ, വാരിക്കോട് മജ്മാന്റെ ബാനി ഹസരത്ത് വടശ്ശേരി അസം മുസ്ലിയാർ ദർഗാശ്ശേരി. ഇവിടെ ചുള്ളിക്കോട് ഉണ്ടാവും. ഹുസൈൻ സക്കാഫി പണ്ഡിതനാണ്, ഹജ്ജ് കമ്മിറ്റിന്റെ ആളാണ്. അപ്പൊ അവിടെ അവരെക്കാളൊക്കെ വലിയ ആലിമീങ്ങളുള്ള തറവാട്ടുകാരാണ് അവരൊക്കെ. ചുള്ളിക്കോടിന്റെ ഒക്കെ വാപ്പിയും വലിയപ്പൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാ, വലിയ പണ്ഡിത തറവാട്ടുകാരാണ്. അവർക്കൊന്നും ഇവിടെ ദീർഘല്ലല്ലോ. അല്ല പമ്പേസെ, ബാപ്പാക്കും വല്ലാപ്പാക്കും ദീർഘമില്ലാച്ചിട്ട് എന്താ പേരക്കുട്ടിക്ക് ദീർഘം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ ഉണ്ടോ? ഇതൊക്കെ എവിടുന്ന് എന്ത് വെള്ളം കുടിച്ചാച്ചൊക്കെ സംസാരിക്കണേ? അതൊക്കെ MDM അടിച്ചിട്ടാണ് സംസാരിക്കണത്. ആരും സംശയിച്ചു പോകൂലേ? നിങ്ങൾ ഇവിടുന്ന് ഈ ദീർഘന്റെ കോലയായിട്ട് വരുന്നേ നിങ്ങള് തന്നെ. അബു ഹനീഫൽ വൈസി ബുഖാരിയില് ഇനി അവിടെ വേറെ ദീർഘ വരാൻ പോവാണ്. കണ്ടോ, ഓരോ പണ്ഡിതന്മാരെ കടിച്ച് കുടഞ്ഞോണ്ടിരിക്കുകയാണ്. മുട്ടിപ്പടയിൽ വലിയ അട്ടിള്ള ദീർഘൊക്കെ കാത്തിക്കാണ് ഇവര്. പച്ച തോന്നിവാസത്തിനൊക്കെ ഒരു പാരമ്പര്യമില്ല ഇവിടെ.
ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ തനി വ്യാജം. അപ്പൊ പമ്പേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ദീന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ ഖബറുകൾ കെട്ടിപ്പോക്കുന്നത് തനി വ്യാജമാണ് എന്നാ. ഇതന്നല്ലേ വഹാബിയും പറയുന്നത്. വഹാബിസം തന്നെ ഇവൻ പറയുന്നത് മറ്റൊരു വേർഷനാന്ന് മാത്രം. പക്ഷേ ഇവര് കഞ്ചാവ് അടിച്ച് പച്ചത്തുണിയും കഞ്ചാവ് അടിച്ച് കണ്ണ് ഏപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓനെ ഷെയ്ഖാണെന്നും പറയും. അതാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് ജോസഫിനെ പോലും വലിയാക്കേണ്ടി വന്നത്. എന്നിട്ട് ഓന് ഖബറുണ്ടാക്കും. കാരണം ജീവിതത്തിൽ ഒരു റക്കാത്ത് പോലും നിസ്കരിച്ചിട്ടില്ലാത്ത വീരാണ്ടിക്ക് ഖബറുണ്ടാക്കിയിട്ട് അവിടെ മൗലൂദില്ലേന ഇപ്പം. എന്നിട്ട് യാതൊരു ഉറപ്പില്ലാത്ത പമ്പേഴ്സ് പറയാണ് മഹാന്മാരാകുന്ന ആലിമുകളുടെ ഖബറിന്റെ മേലെ ഉടുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വ്യാജാണ്. ദീനിന്റെ എല്ലാ മേഖലകളിലും വ്യാജമുണ്ടാക്കുക, മോശത്തരങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ എന്ത് ദീനാണ്? ഇത് സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വ്യാജത്വരീകത്ത് എന്ന് പറയുന്നുണ്ടല്ലോ പല ആളുകളും. നാട്ടിലുള്ള സാധാരണക്കാരും ആലിമീങ്ങളൊക്കെ ഇറ്റിങ്ങൾ വ്യാജന്മാരാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുകൊണ്ട് വ്യാജം എന്തെങ്കിലും പറയണമല്ലോ. അതിന് കണ്ടുപിടിച്ച സാധനമാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെയും. ഈ പറഞ്ഞതൊക്കെ ആ വ്യാജം എന്ന് പറയാൻ വേണ്ടി തിരിച്ചൊരു വ്യാജം പറയണം. ഇവന്മാരെന്തായാലും വ്യാജത്വരീകത്ത് നിന്ന് പബ്ലിസിറ്റി ആയി. എത്രത്തോളം ജമിനി അടക്കം പറയുന്നത് വ്യാജത്വരീകത്താണെന്നാ. അതേ സമയത്ത് ഈ പണ്ഡിതന്മാരൊക്കെ ഉള്ള സമയം നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാർക്കോട് ചാറുണ്ട്. അതല്ലേ രസം. പമ്പേഴ്സ് മക്ബറ ഉള്ളവരും അതായത് ജ്ഞാനമുള്ളവരും ഇല്ലാത്തവരായ ആലിമ്യങ്ങൾ ഒരുപാടുണ്ട്, ഔലിയാക്കളുണ്ട്. എല്ലാ ഔലിയാക്കൾക്കും ജാരുണ്ട് എന്നല്ല, എല്ലാ ആരിഫ്യങ്ങൾക്കും ജാരുണ്ട് എന്നല്ല, എല്ലാ ആലിമ്യങ്ങൾക്കും വേണമെന്നല്ല. അതൊക്കെ അവൻ്റെ ആളുകളുടെ താല്പര്യപ്രകാരം ഉണ്ടാകും. അതൊക്കെ കുരച്ച് ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായ നിങ്ങൾക്ക്? ഔലിയാക്കളെ മാർഗം വേറെയാണ്. ആ മഹാന്മാരെ ധിക്കരിക്കുക, അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയത്തെയും ആക്ഷേപിക്കുക, അവർ ഇല്ല എന്ന് പറയുക, അവരുമായി ബന്ധപ്പെട്ടതിനൊക്കെ നിസാരമാക്കി നിങ്ങൾ കുറച്ച് ഔലിയാക്കളും ഒക്കെ പറഞ്ഞിട്ട് പമ്പേഴ്സ് കോട്ടിമാട്ടിനെ കണ്ടാണ് നമ്മൾ ഔലിയാക്കളെ റൂട്ടിനെയും അതുപോലെ മഹാന്മാരുടെ റൂട്ടിനെയും ഒക്കെ ധിക്കരിക്കുന്നവരാണെന്ന് പറയുന്നത്. ഏത് മഹാന്റെ റൂട്ടിനെ നമ്മളെ ധിക്കരിച്ചത്? ഏത് മഹാനെ നമ്മൾ കുറ്റം പറഞ്ഞത്? ഒരു മഹാനെയും ഒരു ആലിമിനെയും ഒരു ആരിഫിനെയും ഒരു സുന്നിയും കുറ്റം പറഞ്ഞിട്ടില്ല, എൻ്റെ അറിവിലില്ല. അതേ സമയത്ത് ഈ ബീരാണ്ടിയും കോമാണ്ടിയും സൽമാണ്ടിയും ഒക്കെ അതൊന്നും വലിയല്ല എന്ന് പറയും. കള്ളന്മാർ തന്നെയല്ലേ. കള്ളന് വലിയാക്കാൻ പറ്റുമോ? ഈ കള്ളന്മാരാകുന്ന ഒരക്ത് പോലും നിസ്കരിക്കാത്തവരെ വലിയല്ല എന്ന് പറഞ്ഞത് ആരാ? ബഹുമാനപ്പെട്ട ശംസുലുലമയാണ്. ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്നിങ്ങനെ കുരച്ചാൽ പോരാ. അത് ശംസുലുലമയുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക്. അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്നെങ്കിലും പഠിച്ചു നോക്ക് കേട്ടോ. ഒരു സുന്നിയും ഒരു വലിയാക്കളെതിരെയും ഒരു കറാമത്തിനെയും ഒരു മൂജിസത്തിനെയും നിഷേധിച്ചതായി നമ്മൾ അറിവിൽ ഇല്ല. അതേ സമയത്ത് മുസൈലിമ കള്ളനാണെന്ന് പറയും, മിർസ അഹമ്മദ് ഖാദിയാനി കള്ളനാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം ഈസാ നബി മൂസാ നബിയൊക്കെയും 1,24,000 അമ്പിയാക്കന്മാരെയും നിഷേധിച്ചു എന്നല്ല. 1,24,000 അമ്പിയാക്കളും അതിനേക്കാളും എത്രയോ ഇരട്ടി ഔലിയാക്കളും ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, ഇനി ജീവിക്കുകയും ചെയ്യും. എന്നിട്ട് അതേസമയം കള്ളന്മാരായി വരുന്നവരെ കള്ളൻ എന്ന് പറയും. എടാ, നീ എത്ര തല കുത്തി മറിച്ചിട്ടും കാര്യമില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന സെൽമാണ്ടിയും ബീരാണ്ടിയും കോമാണ്ടി എന്ന് പറഞ്ഞ കാട്ടുകള്ളനും എന്നും കള്ളന്മാരായി സ്ഥിരീകരിക്കും. അവർക്കും തൗബയുണ്ട്, അവർക്ക് മടങ്ങാവുന്നതാണ്. പക്ഷെ എൻ്റെ വലിയ നേതാവ് ഇബിലീസിന് ഇനി തൗബയില്ല, അതിൻ്റെ കവാടം കഴിക്കണം. ആ ഇബിലീസിനെ നന്നാക്കാൻ വേണ്ടി എൻ്റെ കോമാണ്ടിക്ക് കഴിയൂല. കാരണം എന്താ? എൻ്റെ കോമാണ്ടി തന്നെ ഓൻ്റെ മുരീദാണ്. എൻ്റെ കോമാണ്ടിയും സൽമാണ്ടിയും ബീരാണ്ടിയും സാക്ഷാൽ ഇബിലീസിൻ്റെ മുരീദുകളാണ്. അപ്പോൾ ഷെയ്ഖിനെ നന്നാക്കാൻ മുരീദിനെ കൊണ്ട് കഴിയൂല. വലിയ ഷെയ്ഖാകുന്ന ഇബിലീസിൻ്റെ ശിഷ്യന്മാരാണ് ഈ പറഞ്ഞ 3 ത്രികോണങ്ങളും. അതിനാണ് ജുമാ പോലും ബാത്തിലാക്കിയാണ് നിങ്ങൾ മൗലൂദെല്ലാം നടക്കുന്നത്. എന്നിട്ട് ആലിമീങ്ങളുടെ ഖബർ നോക്കിയിട്ട് കുരക്കുന്നത്. ഉളുപ്പുണ്ട് എനിക്ക്? ഇജൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ചോരിനോട് ചാരി കരിക്കട്ട കൊണ്ടൊന്ന് വരച്ചിട്ട് 2 അടി മുമ്പ് നിന്നിട്ട് നോക്ക്. അതാപ്പം എൻ്റെ നീളും വലിപ്പം.